29 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 29 വർഷം അടിപൊളിയായിരുന്നു. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ദുഃഖങ്ങളും. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇന്ന് രാവിലെ തൊട്ട് രണ്ടുപേരും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുമായിരുന്നു. ഇന്ന് ഒരുപാട് കോൾ വന്നു. പല ജില്ല തെലുങ്കാനയോ അല്ലെ, അവിടുന്ന് വരെ വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നമ്മളെ ഇത്ര അധികം സ്നേഹിക്കുന്നതില്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമില്, വാട്സപ്പില്, 2 വാട്സപ്പില്, പിന്നെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടായിരുന്നു. എല്ലാം കൂടെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 10,000 വിഷ് വന്നു. കാരണം നോർമലി ഞാനും ചേച്ചിയും പിന്നെ നമ്മുടെ ബന്ധുക്കാരെല്ലാം ഒന്ന് വിഷ് ചെയ്യായിരുന്നു. അപ്പൊ ഇത്ര അധികം വിഷയൊക്കെ കിട്ടി. ഒരുപാട് സന്തോഷം. ഇന്ന് രണ്ടുപേരെ വല്ലതും പണിയൊന്നും ചെയ്യിപ്പിച്ചില്ല. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ മാളക്കുട്ടി ഇല്ല, ചേച്ചി ഇല്ല, ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. മാളക്കുട്ടി ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും ഉഷാറായിട്ട് സെലിബ്രേഷൻ ഒക്കെ നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ബലൂൺ വീർപ്പിക്കാനും മറ്റേ വെഡിങ് ആനിവേഴ്സറിയുടെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നെല്ലാം മേക്ക് ചെയ്യാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ 3 പേരും തന്നെ വലിയ ആഘോഷിച്ച ഞങ്ങൾക്ക് കൊച്ചില്ലാത്തതിന്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ തോതിൽ ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാം. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിങ് വീഡിയോ ഒക്കെയാണ്. അപ്പൊ നേരെ പോയി നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. സത്യം പറഞ്ഞാ ഇപ്പൊ മാളക്കുട്ടി എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം കേട്ടോ. എന്നാ വെച്ച് കഴിഞ്ഞാൽ കൊച്ചെല്ലാ കാര്യം, ബർത്ത്ഡേ ആയാലും വെഡിങ് ആനിവേഴ്സറി ആയാലും എന്തെങ്കിലും വിഷു വരും, നാളെ വിഷു. അപ്പം അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം കൊച്ച് ഒരു ക്ലീനിങ്, ഒരു ഒച്ചവയ്യ്, ഞാൻ തുടച്ചിട്ടത് ഇനി പെരക്കാത്ത ചെളി ചവിട്ടിക്കയറ്റില്ല കേട്ടോ ചേട്ടായി എന്ന് പറഞ്ഞാൽ എന്നെ ഒരു മൂപ്പീര്. അതൊക്കെ എനിക്ക് മിസ്സാകുന്നുണ്ട് ഒരുപാട്. ഇപ്പൊ ചേച്ചിയും ആൾക്കുട്ടിയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ കറങ്ങാൻ വേണ്ടി എവിടെ പോയേക്കുവാണ്. അപ്പം ദുബായ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരും. നല്ല മാൾക്കുട്ടിയുടെ ഡാൻസും റീൽസ് ഒക്കെ വരുന്നതായിരിക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇവിടുത്തെ കൊച്ചു സന്തോഷങ്ങളും ഇടാം. ഇനിയിപ്പം തിങ്കളാഴ്ച തൊട്ട് പണി തുടങ്ങുമല്ലോ വീണ്ടും. തിങ്കളാഴ്ച തുടങ്ങി നമ്മുടെ തട്ടുകുട്ടുകളെല്ലാം പൊളിച്ച് തേപ്പ് ആരംഭിക്കും. അതായത് 20 ദിവസം അല്ലേ? ഇനിയിപ്പോ നമ്മുടെ പണികൾ ഈ പറയുന്ന വലിയ ഒരുപാട് നീണ്ടൊന്നും പോവുക. തേപ്പെന്ന് പറഞ്ഞാൽ 2-3 മേസ്ത്രിമാരുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ തീരാനുള്ള പണിയുള്ളൂ. 2-3 മേസ്ത്രി ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തെ പണിക്കുള്ളതേ ഉള്ളൂ. സ്ക്വയർ ഫീറ്റല്ല ഉള്ളു. ആ പാടെ 250 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. അപ്പം പിന്നെ തറയിടണം, അതേലെ ടൈലിടണം, പ്ലംബിങ്, വയറിങ്, മണ്ടയൊന്ന് ഫ്ലാഷ് ചെയ്യണം, മണ്ട പരിക്കണം. അപ്പം അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയി. ഇപ്പൊ 20 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ റെസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ വാർക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ തിങ്കളാഴ്ച തൊട്ട് ഞങ്ങൾ വീണ്ടും ചാർജ് ചെയ്യുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ പണികളുണ്ട്. കുറച്ചുകൂടെ മണ്ണൊക്കെ അതിന്റെ ഒന്ന് കുത്തിയ തറ ലെവലൊക്കെ എടുത്ത് കളയാണ്. ഇനിയിപ്പോ നമ്മൾ JCB കയറ്റി പണിയാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. അപ്പം നമുക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് പരിപാടികളുണ്ട്. തറനിരപ്പ് അല്ലെങ്കിൽ തറയും മണ്ണുമായിട്ട് ഒരേ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഈ എക്കലടിച്ച് എല്ലാം ചെളിയാവും, എപ്പോഴും ചെളിയായി. JCBക്ക് എടുത്തപ്പോ അവരുടെ ഒരു കണക്ക് വെച്ച് അങ്ങ് എടുത്തങ്ങ് പോവായി നിരപ്പ്. പിന്നെ നമ്മൾ പുറകോട്ട് വീട് പണിയുമ്പോൾ നമ്മുടെ തായ്തറയിന്ന് 2-3 ഇഞ്ചൊക്കെ താത്തിയാണ് പണിയാൻ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തറയ്ക്ക് തീർത്തും ലേശം പൊക്കക്കുറവ്. അപ്പോൾ അത് മണ്ണൊക്കെ ലെവല് ചെയ്ത് എല്ലാം വൃത്തിയാക്കണം. പിന്നെ വെള്ളം ഏതെങ്കിലും ഒരു കോണിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കണം. അങ്ങനെ കിഴക്ക് സൈഡ് അല്ല, ഈ സൈഡിൽ കൂടെ തന്നെ, നമ്മുടെ പടിഞ്ഞാറ് സൈഡിൽ കൂടെ തന്നെ വെള്ളം താഴോട്ട് കളയാനുള്ള ഒരു സെറ്റപ്പ്. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. അപ്പൊ അതെല്ലാം ചെയ്യണം. അതൊക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ 1000 കൂട്ടം പരിപാടിയുണ്ട്. പിന്നെ നമ്മളെ പുതിയ കുറെ പദ്ധതികളൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഉടനെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം വെഡിങ് ആനിവേഴ്സറി ആയിട്ട് രണ്ടുപേരും രാവിലെ എന്നോട് ചോദിച്ചേടാ, എല്ലാ വട്ടം നമ്മൾ സെലിബ്രേഷൻ ചെയ്യുന്നതല്ലേ, കൊച്ചില്ലാത്തതുകൊണ്ട് ഈ വട്ടം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് സെലിബ്രേഷൻ ഒന്നും ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞു കൊച്ചില്ലാതെ എന്നാ സെലിബ്രേഷൻ ചെയ്യാനാ, നമ്മൾ 3 പേരുമായിട്ട് കേക്ക് പോലും മേടിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം രണ്ടുപേരും ഒരു ഡൗൺ ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ കേക്ക് മേടിക്കാൻ പോവാ, എന്നാ കേക്ക് മേടിക്കണമെന്ന് ചോദിച്ചു. അമ്മ ചാടിക്കയറി പറഞ്ഞു പ്ലം കേക്ക് മതി, അമ്മയ്ക്ക് അതാ ഇഷ്ടം. അമ്മ എപ്പോഴും നമുക്കതാ ഇഷ്ടം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഷോയൊക്കെയാണ്. കട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു മനസ്സിനൊക്കെ ഒരു സന്തോഷവും ഒരു കുളിർമയും സുഖവും കിട്ടും. പക്ഷെ നമുക്ക് ചെറിയ കേക്ക് മതി. ഇപ്പൊ പിള്ളേർ കൂടി ഇല്ലല്ലോ. ഇവർക്ക് 2 പേർക്കും ഇവരുടെ ബർത്ത്ഡേക്ക് ആണെങ്കിലും കേക്ക് മേടിക്കുന്നതിൽ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണേ, എടാ മറ്റേ ക്രീം കേക്ക് മേടിക്കണം, നമുക്ക് പ്ലം കേക്ക് മേടിച്ചാൽ പോരെ. അപ്പൊ ഇവർക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ട് നല്ലൊരു പ്ലം കേക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിലും അടിപൊളിയായിട്ടൊരു കാര്യം കാണിക്കാണ്ട്,
വെയിറ്റേ. ആ മാളക്കുട്ടിയുടെ റൂമാണ് കേട്ടോ. അവിടെ പുതപ്പും കാര്യങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. കൊച്ചിൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതെടുത്ത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ താഴെ പോകുമെന്നറിയില്ല. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാളക്കുട്ടിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. അതായത് ഏപ്രിൽ 29 മാളക്കുട്ടിയുടെ ബർത്ത്ഡേ. രണ്ടു വട്ടവും മാളക്കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചിട്ട് താമസിച്ചു പോയി. ബർത്ത്ഡേ കഴിഞ്ഞാ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് അയക്കുന്ന ഒരു ചേച്ചിയാണ് അൻപ്. അപ്പം ഈ വട്ടം മാളക്കുട്ടിക്ക് കിട്ടാൻ വേണ്ടി അയച്ചതാണ്. പക്ഷെ മേടിക്കാൻ വേണ്ടി മാളക്കുട്ടി ഇവിടെ ഇല്ല. ഞാൻ പറയുന്നത് ഇത് മോള് വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നതല്ലേ? അതെ, നല്ലത്. അവക്ക് കൊടുത്തിട്ട് എന്താണെന്ന് നമുക്കും അറിയാം. എനിക്കറിയാം, നിങ്ങൾക്ക് രണ്ടുപേരും പറയല്ലേ. ഞാൻ മാളക്കുട്ടിക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഞാൻ പറയുന്നത് ഇത് ഓപ്പൺ ചെയ്യുന്ന എന്തായാലും മോള് വന്നിട്ട് മോൾ ഓപ്പൺ ചെയ്യുന്നത് കാണിക്കുന്നതാണ് നല്ലത്. അവക്കായിട്ട് വന്ന ഗിഫ്റ്റ് അല്ലേ? മാളക്കുട്ടിയായിട്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് വിളിച്ച് സംസാരിക്കുകയോ ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ ഇത് അയച്ച ചേച്ചി നാട്ടിൽ ഉണ്ടായിരുന്നു, ആലുവയില്. അപ്പം എനിക്കിന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. നമ്മൾ അന്ന് പോയപ്പോഴാണേല് നമുക്ക് സമയം കിട്ടിയില്ല. നമ്മൾ പോയി 2 ദിവസം കഴിഞ്ഞ വന്നത്. ഇല്ല, തിരിച്ചു പോയി. അർജന്റായിട്ട് വന്നതാ. ആലുവയിലെ ഇപ്പൊ പുറത്ത് ആ സ്ഥലം ഞാൻ മറന്നുപോയി. ചോദിച്ചിട്ട് പറയാം. അങ്ങോട്ട് തന്നെ വെച്ചേക്ക്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം. അവിടെ കട്ടിലിട്ട് വെച്ചേക്കാം. മാളക്കുട്ടിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. മാളക്കുട്ടി വരുമ്പോ ഇതെല്ലാം പൊട്ടിച്ച് നോക്കാം നമുക്ക്. ഇവിടെ ഇരിക്കുന്നോട്ടെ. വിവാഹ വാർഷികത്തിനെ പറ്റി മോളമ്മ ഒരു 2 വാക്ക് സംസാരിക്കുന്നത്. അപ്പൊ ഇന്നലെ തൊട്ടേ ചേച്ചിനെ വിളിച്ച് നാളെ എന്റെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞുകൊണ്ടാ പറ്റിപ്പോയത്. എന്നെ വിഷ് ചെയ്യുന്നില്ലേ എന്ന് ചോദ്യമായിരുന്നു. ഇന്നലെ തൊട്ട് എന്റെ പുറകെ നടക്കുക. നാളെ നമ്മുടെ വിവാഹ വാർഷികല്ലേ, എനിക്കെല്ലാം മേടിച്ചു തരുന്നത്, എന്നെ എവിടെയൊക്കെയാ കൊണ്ടുപോകുന്നേ കറങ്ങാൻ, ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ എത്ര വർഷമായി? 29 വർഷമായി. 29 വർഷമായി അല്ലേ? ചീവീട് വന്ന് ഒച്ച വെക്കുന്നു. അത് ഈ മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടേ ചീവീട് കയറി വരുന്നത്. ഒരുപാട് ചീവീട് കയറി വരുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാത്തിനും പിടിച്ച് പുറത്ത് കളയും. കയറിയിരിക്കും. എല്ലാവരുടെയും വീട്ടിൽ ചീവീടിന്റെ ശല്യമാണ്. അടുത്ത വീട്ടിലെ ചേച്ചി സന്ധ്യ കഥ തുറക്കാൻ പറ്റത്തില്ല, ഭയങ്കര ശല്യമാണ്. ഒരിടയ്ക്ക് മറ്റേ കറുത്ത വണ്ട് വരുമായിരുന്നു, ഇപ്പൊ അതിനെ കാണാനില്ല. നമ്മളിവിടെ അത് പൊതുവെ കുറവാണ്, നാട്ടിൻപുറത്താണ്. റബ്ബറിന്റെ ഇലയ്ക്കകത്താണ് കൂടുതൽ. അതൊരു ഭയങ്കര ശല്യക്കാരൻ തന്നെയാണ്. കാരണം ചാക്കും വഴി കാണും പഴയ വീടുകളിൽ. ഈ ഷീറ്റ് ഇട്ട ആസ്പെറ്റോസ് ഇട്ട വീടുകളിലൊക്കെ അത് ഭയങ്കര ശല്യക്കാരൻ. അതിനൊരു മണമുണ്ട് ഇങ്ങനെ ഞെക്കി കഴിയുമ്പോ. എന്റെ ചെവി കയറുക. എന്റെ ചെവിയില് ഞാൻ കിടന്നപ്പോ മണ്ട് കയറിയിട്ട് രാത്രി ഈ മരണക്കിണറിന്റെ അകത്ത് ബൈക്ക് ഓടിക്കല്ലേ. മരണക്കിണർ കണ്ടവർക്കറിയാം. അതിന്റെ അകത്ത് ബൈക്ക് ഓടിക്കണം. അതുപോലെ ചെവിക്കകത്ത് ഒച്ചയായിരുന്നു. എന്നിട്ട് രാവിലെ അമ്മ വെളിച്ചെണ്ണ വെച്ചപ്പോ കയറി വന്നു. അപ്പം 29 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 29 വർഷം അടിപൊളിയായിരുന്നു. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ജീവിതം ഇത്രയും വർഷം മുന്നോട്ട് കൊണ്ടുപോയി. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം, അല്ലേ? വഴക്കും വഴക്കൊന്നും ഇല്ലാത്ത വീടുകളില്ലല്ലോ. സന്തോഷമൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട്. അന്നേരം 3 മക്കളായി. അവരുടെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെയായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇനി അങ്ങനെ തുടഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എങ്ങനെ പറയാനുള്ളത്? ഞങ്ങൾക്ക് എന്നാ പറയുന്നേ, പിന്നെ ഇതുപോലെ ഞങ്ങള് വളരെ കൊച്ചായിരുന്നപ്പോ തന്നെ നമ്മൊത്തിരി വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. മോളമ്മയ്ക്ക് 17 വയസ്സും എനിക്ക് 23 വയസ്സേ ഉള്ളൂ. അപ്പൊ തൊട്ടടുത്ത് തന്നെ നമ്മള് കല്യാണമൊക്കെ കഴിച്ചു. സ്നേഹിച്ചൊന്നും കെട്ടിയതല്ല കല്യാണം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ലവ് മാരേജ് ആണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലായിരുന്നു. അപ്പം അങ്ങനെ നമ്മള് എല്ലാം ആലോചിച്ച് വിളക്കൊക്കെ കെട്ടി. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ 17 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ പിള്ളേരെയൊക്കെ കെട്ടിക്കുന്ന ടൈമാണ്. 17-18 വയസ്സിലൊക്കെ കെട്ടിച്ചു വിടും. അന്നൊന്നും കേസൊന്നും ഇല്ല. കേസുണ്ടോന്ന് ചോദിച്ചാൽ നിയമപരമായിട്ട് തെറ്റാണ് അത്. കാരണം ഇവിടെ ഹോസ്പിറ്റലിലെ കുഞ്ഞുണ്ടായപ്പോൾ പ്രസവിക്കാനായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ തന്നെ കുഴപ്പമാണ്. നിങ്ങൾ നിയമപരമായിട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കാം എന്നൊക്കെ അതിനോട്. കാരണം അതെ. 18 വയസ്സ് പൂർത്തിയായില്ല കുഞ്ഞുണ്ടാകും. അല്ലേ? 18 വയസ്സ് ആകുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു. വളരെ സന്തോഷകരമായിട്ട് ചെറിയൊരു പഴയ ഒരു വീട്ടിലേക്ക് ഞങ്ങൾ താമസമൊക്കെ തുടങ്ങി. എല്ലാം ഒന്നേന്ന്, അതായത് ഞങ്ങളുടെ 2 ഫാമിലി പറയുന്ന വലിയ സമ്പന്നരൊന്നും അല്ലായിരുന്നു. അപ്പൊ നമ്മള് എല്ലാം ഒന്നേന്ന് ഉണ്ടാക്കി. കയറി കിടക്കാൻ ഒരു കിടക്കാടം,
ആദ്യം ഒരു 5 സെന്റ് മേടിച്ചു, പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ 10 സെന്റ് വേറെ. അതെല്ലാം നമ്മൾ കൂലിപ്പണി എടുത്തല്ല, മറ്റാരും വീട്ടുകാർ തന്നോ സഹായിച്ചതോ ഒന്നുമല്ല. അതെല്ലാം നമ്മൾ ടാപ്പിങ് ചെയ്തും ആട് വളർത്തി അങ്ങനെയൊക്കെ നമ്മളത് അങ്ങനെ നേടിയെടുത്തു. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായി. അപ്പം അതോടുകൂടി പിന്നെ നമ്മുടെ ആ സന്തോഷങ്ങളും ജീവിതങ്ങളും അല്ല, മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായി. പിന്നെ മക്കളുടെ കാര്യങ്ങളായി. പിന്നെ ഞങ്ങള് പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ, ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ നാള് കുറിക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. അതായത് ഇത് എഴുതുന്നതാണല്ലോ, ചാർട്ട് എഴുതുന്നത്. ജാതകപ്രകാരം കുറച്ചു കാലമെങ്കിലും പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. ജോലി സംബന്ധമായിട്ട് പരമാവധി 3 മാസം വരെ, ഏറ്റവും കൂടുതൽ ലോങ് പോയേക്കുന്ന ഒരു പ്രാവശ്യം മാത്രം 3 മാസം കഴിഞ്ഞാൽ വരാൻ പറ്റും, കാണാതിരുന്നു. മറ്റേന്ന് പറഞ്ഞാൽ പാലക്കാടൊക്കെ ജോലിക്ക് പോയപ്പോഴും 45 ദിവസം അല്ലെങ്കിൽ 30-35 ദിവസം കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം വീട്ടിലെ സാധനങ്ങൾ എല്ലാം തീരാറായെന്ന് അറിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചാൽ കൃത്യം 30-35 ദിവസം വരും. അത് ഇവിടെ തൊഴിൽ സാധ്യത കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ മറ്റൊരു ജില്ലയിലേക്ക്, കോട്ടയം ജില്ലയിലൊക്കെ പോയി മൈക്കാട് പണിക്ക് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ചങ്ങനാശ്ശേരിയൊക്കെ നമ്മൾ പാലാ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ പണിക്ക് ഒറ്റയ്ക്ക് ഞാൻ ചങ്ങനാശ്ശേരിയിലൊക്കെ ഒരു കാലഘട്ടത്തിൽ പോയി പണി നോട്ടുണ്ട്. കാരണം ഇവിടെ പണിയില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പിരിഞ്ഞിരിക്കേണ്ട വന്നത്. പിന്നെ മോളമ്മയുടെ വീട് ഇവിടെ തൊട്ടടുത്തായിരുന്നു. ആദ്യകാലത്തൊക്കെ ഞങ്ങൾ പിന്നെ ഇവർക്ക് 17 വയസ്സേ ഉള്ളൂ, എനിക്ക് 23 വയസ്സേ ഉള്ളൂ. അതിൻ്റെതായ പക്വത കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ അമിത അധ്വാനിയാണ്. കാരണം ഇവിടെ ഒരു 15 വർഷത്തേക്ക് ഒരു പരിപാടിക്കും വിട്ടിട്ടില്ല, മറ്റൊരു പരിപാടിക്കും ആ വീട് കൊണ്ട് ഒതുങ്ങിയുള്ള അന്ന് തൈര് വരുന്നത്. അപ്പം ഞാൻ അമിത അധ്വാനം, ചിലപ്പോൾ രാത്രി 2 മണിക്ക് പോയി വെട്ടും കഴിഞ്ഞ് ചിലപ്പം പകൽ വൈകിട്ട് 4 മണി 5 മണിക്കൊക്കെ ആയിരിക്കും വരുന്നത്. ആ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ദഹിക്കാത്ത ചില വാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം ഞാൻ പറയാം, ഇപ്പം ഈയിടെ തന്നെ എന്നോടൊരു അച്ചായൻ പറഞ്ഞൊരു കഥയുണ്ട്. നമ്മൾ അമിത അധ്വാനവും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളോട് ചിലപ്പം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇതായി പോകും. കാരണം അവര് ഇത്രയും നേരം കണ്ടില്ലെന്നോട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മൾ ശരം വെള്ളമൊക്കെ കുടിച്ച് വെച്ചിരുന്നാലും ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് അവർ മയത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും മയത്തിൽ തന്നെ പറയും എന്ന് പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പം അങ്ങനെ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് വീടായതുകൊണ്ട് അങ്ങനെ പോയിട്ടുമുണ്ട്. പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഇവിടെ മനസ്സും സൈക്കോളജി എനിക്കറിയാം. അപ്പൊ ഞാൻ പയ്യെ കുളിച്ചൊരുങ്ങി സിറ്റിയിലൊക്കെ പോയി. മോളമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മുടെ ഇവിടെ അരിയങ്കപ്പയെന്ന് പറയും. അരിയങ്കപ്പ, ബ്ലോക്ക് അരിയങ്കപ്പയെന്ന് പറയും. നല്ല ഫസ്റ്റ് പുട്ട് പോലെ വേഗം, അത് വയലക്കറിയുമാണ് ഇഷ്ടം. അപ്പൊ ഞാൻ സിറ്റിയിൽ പോയി 1 കിലോ അയിലയും 2 കിലോ കപ്പയൊക്കെ മേടിച്ച് അതിലെ മോളമ്മയുടെ വീടിൻ്റെ അതിലേക്ക് പോരുന്നു എന്റെ കൂടെ എന്ന് ഞാൻ ചോദിക്കും. അമ്മയെ ഞാൻ കുട്ടേട്ടൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞു. അപ്പം അയിലയും പച്ചക്കപ്പയും ഉണ്ടെന്ന് ഞാൻ മോളമ്മയോട് പറയും. ഇതെന്താന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും അയിലയും പച്ചക്കപ്പയും ആടി എന്ന് പറയും. അപ്പം പോരുന്നോ എൻ്റെ കൂടെ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ മോളമ്മ അമ്മേ ഞാൻ കുട്ടേട്ടൻ്റെ കൂടെ പോകാന്ന് പറഞ്ഞിട്ട് കയ്യും വെക്കി കാണിച്ചിട്ട് പോരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇവര് ഇപ്പോഴാണേലും വഴക്കിടും കേട്ടോ. ഇവരുടെ വഴക്ക് കാണാൻ നല്ല രസമാണ്. കുഞ്ഞു കുഞ്ഞു തീപ്പെട്ടി കാര്യത്തിന്. അതെ, കഴിഞ്ഞ ദിവസമാണല്ലോ ഞാൻ അടുക്കളയിൽ നിൽക്കുക. പപ്പ ഏതാണ്ടിന് വന്നിട്ടുള്ളൂ. എന്നെ അങ്ങ് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എന്നിട്ട് പപ്പ ഉള്ളു ഉടുപ്പിന്റെ അകത്തോടെ വെള്ളം കോരി വെച്ചിട്ട് പോയി. ഈ പരിസരം മൊത്തം ഞാൻ പപ്പായിട്ട് ഓടിച്ചു. അന്നേരം അടുത്ത വീട്ടിൽ ചേച്ചി വെച്ചു, ഇതിന് രാവിലെ കുട്ടായിലിട്ട് ഓടിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞ പാത്രം കഴുകും. ഇങ്ങനെ ഈ നൈറ്റിയുടെ ഇവിടെ ഇങ്ങനെ അകന്ന് കിടക്കുക. ഞാനൊരു ചെറിയ ഗ്ലാസ്സിനകത്ത് ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പയ്യെ പുറകെ വന്നിട്ട് ഒഴിച്ചു. അതൊക്കെ ക്രിമീഡിയ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുടുംബമായ. അല്ലാതെ ഞങ്ങള് കാലങ്ങൾ പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. 4-5 വർഷക്കാലം പാലക്കാട് പണി സംബന്ധമായിട്ട് നിന്നു. എനിക്ക് ഇവിടുത്തെ കഴിഞ്ഞ ബന്ധങ്ങൾ ഒത്തിരി അവിടെയുണ്ട്. അപ്പം അങ്ങനെ നിന്നപ്പോൾ ഇടയ്ക്ക് 40 ദിവസം 45 ദിവസം പിന്നെ പൈസ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് വന്നത്. പിന്നെ വീടാകുമ്പം ഒരു വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടാകും കേട്ടോ, അത് സ്വാഭാവികം. ചിലപ്പോ അത് പേരൻസ് പറഞ്ഞു തീർക്കും, പിന്നെ ചിലതൊക്കെ സ്വന്തമായിട്ട് തീരും. പക്ഷെ അവർക്ക് മനസ്സിലൊരു സ്നേഹം ഉണ്ടാവുമല്ലോ എപ്പോഴും. പിന്നെ നമ്മള് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛനും അമ്മയും വളർത്തിയ പോലെ അവരെന്തേലും ദുഃഖത്തിനും ദുരിതത്തിനും കഷ്ടപ്പെട്ടുമാണ് വളർത്തിയത് എന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. കാരണം എന്തായാലും ഞാനൊരു 10-17 വയസ്സ് കഴിഞ്ഞാണ് തൊഴിൽ മേഖലയിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു പ്രാപ്തിയും ആരോഗ്യവാനുമായത്. അതുവരെ അമ്മയുടെ സംരക്ഷണത്തിലും ചാച്ചന്റെ സംരക്ഷണത്തിലും തന്നെയാണ് നമ്മൾ ഇത്രയും എത്തിയത്. അപ്പം ഒരു മകനോ ഒരു മകളോ ഉണ്ടായാൽ
എന്താന്ന് പറഞ്ഞാലും തേടി തിന്നാറാകണമെങ്കിൽ അവനൊരു 10-20 വയസ്സാകണം. അപ്പം ആ 20 വയസ്സ് വരെ എന്നെ പോറ്റിയ അവരെ എനിക്ക് എപ്പോഴും മനസ്സിൽ ഉണ്ട്, ഇപ്പോഴും ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മോളമ്മേനെ അതേപോലെ തന്നെയാണ് ആ മാതാപിതാക്കന്മാർ വളർത്തിയത്. ആ ഒരു വില ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് പറയാനാണല്ലോ 17 വയസ്സിലല്ലേ എന്നെ കെട്ടിയത്. പപ്പായ്ക്ക് 23 വയസ്സ്. അതായത് നിന്റെ പ്രായം ഇപ്പം നിനക്ക് 24 വയസ്സല്ലോ. നിന്നെക്കായി 1 വയസ്സിന് ഇളപ്പുള്ളപ്പോഴാണ് പപ്പ എന്നെ കല്യാണം കഴിക്കുന്നത്. അന്നേരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികളാണ്, മനസ്സിലായോ? 17 വയസ്സെന്ന് പറയുമ്പോൾ ഒരു +2 പഠിക്കുന്ന കുട്ടിയുടെ പ്രായമാണ്. ഇപ്പം മാളക്കുട്ടിക്ക് 17 വയസ്സാകാൻ പോകുന്നു. അന്നേരം ആ പ്രായമാണ്. അന്നേരം ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമല്ല. കാരണം എന്താ വെച്ചാൽ വൈകിട്ട് ഭയങ്കര പാട്ടും കൂത്തും കളിയും തമാശയും എന്നും ഞങ്ങൾ കഥ പറച്ചില്ല. പപ്പാടെ കൊച്ചിലത്തെ കഥകളെല്ലാം എന്നോട് പറയും. ഞാൻ എന്നിട്ട് പാട്ട് പാടും. ഞാൻ എന്നിട്ട് നന്നായിട്ട് പാട്ട് പാടും. ഇപ്പം പാടാതിരുന്നാണ് സ്വരം എല്ലാം. പിന്നെ അമ്മയ്ക്ക് മറ്റേ ഇതുണ്ട് ടേപ്പ് റെക്കോർഡോ. പിന്നെ എന്റെ ചേട്ടാടി ഒരു ടേപ്പ് റെക്കോർഡ് എനിക്ക് തന്നായിരുന്നു, ടേപ്പിന്റെ. അന്നേരം അതൊക്കെ രാവിലെ ഉച്ചത്തിലങ്ങ് വെക്കും, ഭയങ്കര ഉച്ചത്തിൽ വെക്കും. എന്നാ എനിക്ക് പണി ചെയ്യുമ്പോൾ കേട്ടോണ്ട് പണി ചെയ്യാൻ വേണ്ടി അതൊക്കെ കേട്ടങ്ങ് പഠിക്കും. എന്നിട്ട് വൈകിട്ട് ഉച്ചയ്ക്ക് പപ്പ വെട്ടിയിട്ട് വരും. വെട്ടിയിട്ട് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അലക്കാനൊരു പോക്കോട്ടെ ആറ്റില്. ബക്കറ്റ് തുണിയൊക്കെ ആയിട്ട് ഞാൻ പപ്പയും കൂടെ ആറ്റിപ്പോവും. തുണിയൊക്കെ അലക്കി ആറ്റിപ്പോയൊരു പുളിയെല്ലാം കഴിഞ്ഞ് പുളിയൊക്കെ പറക്കി തിന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞതാ. എനിക്ക് പോലും കൊച്ചുപിള്ളേർ കാണിക്കുന്ന പുളിയൊക്കെ. അന്നത്തെ കാലത്ത് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട്. അന്ന് നമുക്ക് ഈ പൈപ്പ് ലൈനോ വെള്ളം ഇപ്പോൾ ഉള്ള വെള്ളം പോലും വന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ നമ്മളവിടെ വഴി സൈഡില് ഈ അന്ന് 30-32 വീടേ ഉള്ളൂ. 32 വീട്ടുകാർ കൂടി നമുക്കിവിടെ വെള്ളമില്ലല്ലോ. അപ്പൊ നമ്മളിവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ താഴെ നമ്മുടെ അച്ഛമ്മ വീടിന്റെ താഴെ ഒരു കുഴിയിൽ, ആ വഴിക്ക് അച്ഛമ്മ ഇറങ്ങി പോകുന്ന വഴി നമ്മൾ പല വീടിക്കാത്ത ആ വഴിക്ക് ഇറങ്ങിപ്പോയി രാത്രിയിലൊക്കെ പോയി വേണം കൊണ്ടുവരാൻ. കാരണം തെപ്പി എടുക്കണം, അനുസരിച്ച് തെപ്പി എടുക്കണം. അങ്ങനെ പോയി ഓരോ കുടത്തിനകത്ത് കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മുടെ വീട്, ഞങ്ങൾ 2 പേരല്ലോ, എന്നിട്ട് തുണി കാര്യങ്ങളെല്ലാം നമ്മൾ ആറ്റിക്കൊണ്ട് കഴിയും. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായി നിന്നപ്പോൾ നമ്മള് ഈ 10-32 വീട്ടുകാർ കൂടി ഒരു 5 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ അതിഭയങ്കരമായ ഒരു കുളം കുത്തി. അത് ഒരു വീട്ടുകാർക്ക് ശരാശരി ഒരു 150ഓളം പണി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ വീടും കഴിയണം. അന്ന് പൊന്നൊക്കെ ഉണ്ട്, നീയൊക്കെ ആയ പിന്നെയാണ്. അപ്പം അതിനിടയ്ക്ക് ഈ പണിയും ചെയ്യണം. അവിടെ പോയി നമ്മൾ മണ്ണ് ചുമന്ന് കയറ്റണം. ഈ കുളത്തിട്ട മണ്ണ് മൊത്തം നമ്മൾ എടുക്കുകയായി. കെട്ടൊക്കെ പിന്നെ അറിയാവുന്നവരെ കൊണ്ട് കെട്ടിച്ചു. അങ്ങനെ ആ കുളം ഉണ്ടാക്കി നമ്മള് വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് വെള്ളത്തിന് കണക്ഷൻ കിട്ടി. പിന്നീട് കരണ്ടും നമുക്കിപ്പോ ഇവിടെ കറണ്ടായിട്ടൊരു 20 വർഷമായിരുന്നു. 21 വർഷമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് നോക്കുകയും ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞാൽ ഒരു വീട്ടുകാർക്ക് എന്താന്ന് പറഞ്ഞാൽ ആ സ്ഥലം മേടിച്ചതും പണിയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടുവാണെങ്കിലോ ഒരു വൻ തുക അന്നത്തെ കാലത്ത് ചെലവുണ്ട്. അപ്പം ഇപ്പൊ നമ്മള് ടാപ്പ് തുറക്കുന്നു, വെള്ളം പിടിക്കുന്നു. ടാപ്പ് തുറക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് ഇപ്പോഴും വെള്ളത്തിന്റെ ആ ഒരു ക്ഷാമം മാറിയിട്ടില്ല. നമുക്കൊരു 3 ദിവസം കൂടുമ്പോൾ 10,000 ലിറ്റർ വെള്ളം കിട്ടിയാൽ നമുക്ക് അതുകൊണ്ടൊന്നും ആകുന്നില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ഇപ്പൊ ഞാനും അപ്പയും അമ്മയും 3 പേർക്ക് കഴിഞ്ഞു കൂടാനുള്ള വെള്ളം തയ്യും. ആ സമയത്ത് മാളവും ചേച്ചിയും ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന് ക്ഷാമവും. ഇപ്പൊ പറഞ്ഞു വന്ന ഇതാണ്, കൊച്ചിലെ ഉള്ള കല്യാണം ആയതുകൊണ്ട് പപ്പാടെ ഇളയ 2 പെങ്ങന്മാര്, അത് സിന്ധുമ്മേനെ നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും. സിന്ധുമ്മ തൊട്ട് 3 പെണ്ണുങ്ങളും 2 അനിയന്മാരും വീട്ടിൽ നിന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞ് അവിടെ ചെല്ലുന്നത്. 2 ചേച്ചിമാരെ കെട്ടിച്ചു വിട്ട സമയത്ത്. അന്നേരം സിന്ധു വന്ന് രാവിലെ ആയിട്ട് എല്ലാ പണികളും ചെയ്യും കേട്ടോ. അവൾക്ക് ഭയങ്കര സ്പീഡാണ്, വൃത്തി സ്പീഡും ഒക്കെ ഉണ്ട്. അവളെല്ലാം ചെയ്തിട്ട് അവളന്ന് തയ്യൽ പഠിക്കാൻ പോകുന്നത്. അന്നേരം സിന്ധു തയ്യലിന് പോവും. ഞാനും ഇളയ 2 പിള്ളേർ, അമ്പിളി ആശ അവരുടെ പേര്, അവരും കൂടെ കൂടി താഴേന്ന് വെള്ളം കോരും, മിറ്റം തൂക്കും. അച്ഛമ്മ പണിക്കൊക്കെ പോകും. തറവാട്ടിൽ നിന്നപ്പം വന്ന സമയത്ത് പിന്നെ ഞങ്ങൾ 2-3 പേരും കൂടെ ഉള്ളു. ഈ കുഞ്ഞുനാത്തുമാർ 2ഉം ഞാനും കൂടെ അന്ന് കെട്ടി വന്നിട്ട് പൊന്നുണ്ടായി ഒരു 2 കൊല്ലത്തോളം പാവാട ബസ് ഇട്ടുണ്ട് കേട്ടോ. അന്നേരം ഞങ്ങൾ പാവാട ബസ്സൊക്കെ ഇട്ട് ഞങ്ങൾ മുറ്റത്ത് ഭയങ്കര ഡാൻസ് കളിയാണ്, പാട്ടും ഡാൻസും, പിള്ളേരുടെ കൂടെ ഞാനും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതങ്ങൾ. തൊട്ടടുത്തുള്ള ചേച്ചി പറയും, അയ്യോ ദേ മോളമ്മയുടെയൊക്കെ ഡാൻസ് കാണണമെങ്കിൽ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുക, പിള്ളേരും മോളമ്മയും കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു കുട്ടിക്കാലമായിരുന്നു നമ്മുടെ കല്യാണം. പിന്നെ പൊന്നും ഉണ്ടായി കഴിഞ്ഞാണ് കുറച്ചൊക്കെ ഒന്ന് പക്വതയായിട്ടൊക്കെ വളരാൻ തുടങ്ങിയത്. പൊന്നും ഉണ്ടായപ്പോൾ പിന്നെ അവിടെ കളിയും ചിരിയൊക്കെ ആയി, അവിടെ നോക്കലായി. അത് പിന്നെ നഴ്സറി മഠത്തിൽ വിട്ടു. അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ വളർന്നു 3 പിള്ളേരായി ഇതുവരെ ആയി. പിന്നെ പപ്പാടെ കുശബ്ദിക്കൊന്നും ഇപ്പോഴും ഒരു കുറവില്ല. ഇപ്പോഴും 51 വയസ്സാകാറായി, 52 വയസ്സാകാറായി. എങ്കിലും ആ കുട്ടിക്കാലം ഇപ്പോഴും ഉണ്ട്. എനിക്കിപ്പോ നേരത്തെ കാലത്ത് ഇത്തിരി ക്രിമിനൽ ഈയിടെയായിട്ട് കൂടുതലുണ്ടോ എന്ന് തവിച്ചുണ്ട്.
അതാണ് ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടിത്വമാകുന്ന. ആ അത് ഞങ്ങളുടെ അയലോകക്കാർക്കും അറിയാം കേട്ടോ. അയലോക്കത്തുള്ള ചേച്ചിയും ചേട്ടനൊക്കെ വഴിയെ ഇപ്പൊ നമ്മൾ വഴി സൈഡിലാണല്ലോ താമസിക്കുന്നത്. അങ്ങനെ വഴിയെ കൂടെ പോകുമ്പോൾ മിക്ക ദിവസം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും അടി ഉണ്ടാക്കുന്നതും മിക്ക ദിവസം എല്ലാവരും കാണുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതങ്ങളൊക്കെയാ. ഇവിടെ പപ്പ അമ്മേനെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, അമ്മയ്ക്ക് ഇച്ചിരി ശ്രദ്ധ കുറവാണ്. അമ്മയ്ക്ക് തട്ടോ വീഴുവോ മുറിയുവോ ഒക്കെ ചെയ്യുമ്പോ പൈസ സങ്കടം, അതിന് പെട്ടെന്ന് ഞാൻ ചൂടാവും, പെട്ടെന്ന് ദേഷ്യപ്പെടും. അതായത് സാധാരണ ഒരു പെണ്ണുങ്ങൾ വീണാൽ നമ്മൾ ഓടിച്ചെന്ന് പിടിച്ചേൽപ്പിക്കും. പക്ഷെ ഇത് ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ 2-3 വഴക്ക് പറഞ്ഞിട്ടേ ഓടിപ്പോയി എടുക്കുള്ളൂ. മനസ്സിന്റെ സ്നേഹ കൂടുതലും ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു കുഞ്ഞു പിള്ളേർ ഓടി അങ്ങ് വീഴുമ്പോഴത്തേന് അമ്മമാർക്ക് പെട്ടെന്നുണ്ടല്ലോ ദേഷ്യമാണ് വരുന്നത്. അത് ആ ദേഷ്യം എന്താണെന്നറിയോ, അത് സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മൾ ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത്. അവരുടെ കയ്യോ കാലോ മുറിയുന്നതൊന്നും അമ്മമാർക്ക്. അത് ശരിയാ. ആദ്യം ഇപ്പൊ ഞാനൊക്കെ വീണപ്പോ ആണെങ്കിൽ അമ്മ ഓടി എടുത്തിട്ട് 2 ചാമ്പ് ചാമ്പും, അത് കഴിഞ്ഞിട്ട് തൂത്തിട്ട് ഒരു ഉമ്മയിൽ നിന്ന് അങ്ങ് എടുത്തോണ്ട് പോകും. കയ്യിലെ തൊലി പോകുന്നതോ മുറിയുന്നതൊന്നും ഒരു അമ്മമാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മള് ഒത്തിരി വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു പെസക വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങളുടെ കല്യാണം. പിറ്റേന്ന് ദുഃഖവെള്ളി, അതിന് പിറ്റേ ദിവസം വിഷു. അപ്പം പെസക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനികളുടെ അതായത് യേശുവിന്റെ അവസാനത്തെ അത്താഴമാണ്. ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നുള്ള അവസാനത്തെ അത്താഴം. പിറ്റേന്നാണ് ക്രൂശിലേറ്റപ്പെടുന്നത്. പുള്ളി 3 ദിവസം കഴിഞ്ഞപ്പോൾ ക്രൂശിൽ നിന്ന് മോചിതനായി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതായിട്ടാണ് പറയുന്നത്. ഞാൻ ഈ 29 വർഷമായിട്ട് ഇത് മോചിതനായില്ല, എനിക്ക് മോചനം ലഭിച്ചിട്ടില്ല. ഇനി ഞാൻ ആ കുരിശിൽ തന്നെ ഞാൻ തമാശ പറഞ്ഞ കേട്ടോ, പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇതിനുള്ള വടയും ചായ ഞാൻ പിന്നെ തരാതെ. അപ്പൊ നമുക്ക് മനോഹരമായ ഇത്രയും കാലം ഈ 29 വർഷം ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും അത് എല്ലാ വീടുകളിലും ഉണ്ട്. നമ്മളുടെ ചുറ്റുവട്ടം നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് കാണാവുന്ന കാഴ്ചകളേ ഉള്ളൂ. അപ്പൊ സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്തെ ഇണക്കവും പിണക്കവും ഉണ്ടാകണമെന്നാണ്. അപ്പൊ അതെല്ലാം തരണം ചെയ്ത് 29 വർഷം ഇവിടം വരെ എത്തി നല്ല 3 മക്കളെ. മറ്റ് മോശപ്പെട്ട ഒരു വാക്ക് ആരും പറയാൻ ഇടവരുത്താത്ത 3 മക്കളെ എനിക്ക് ദൈവം തന്നു. അപ്പം പിന്നെ അവരപ്പൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട്, ഒരു മക്കളെ വളർത്തുന്നതിന്റെ ദുഃഖം ദുരിതം, ഇതെല്ലാം ഗ്രഹിച്ച പൊന്നും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്തു തന്നു. അപ്പം അതൊക്കെയാണ് നമ്മളെ ഈ ജീവിതം കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം തുടർന്നും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ദീർഘകാലം ജീവിക്കാനായിട്ട് ദൈവം ആയുസ് തരട്ടെ. മരണം മുന്നിൽ കണ്ടപ്പോഴും മാതാവേ എന്ന് വിളിച്ച് മാതാവിനെ മുറുകെ പിടിച്ചു. അങ്ങനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ 29ാമത്തെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ദൈവം തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കുന്ന ആ കർത്തവ്യത്തിലേക്ക് പോകാം. അപ്പൊ അമ്മ കേക്ക് റെഡി ആക്കിയോ? അതേപോലെ പപ്പാടെ 2ാം ജന്മം കേട്ടോ. അതെ സത്യം, മരിച്ചു പോയിട്ട് തട്ടിക്കുറഞ്ഞെടുത്തോ. അതെ, അതൊക്കെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. മരണസമയത്ത് പോലും വന്നാലും ഓരോ മനുഷ്യനും ഓരോ വിശ്വാസമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മക്കളോട് ഇന്ന ദൈവത്തെ വിളിക്കണം എന്നൊരിക്കലും പറഞ്ഞു കൊടുക്കുകയില്ല. അവർക്ക് തിരഞ്ഞെടുക്കാണ്. കാരണം പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്, അത് അവർ തിരഞ്ഞെടുക്കുക. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ ഒരു മനസ്സിലെ വിശ്വാസം. ഒരു 15 വർഷം മുമ്പ് ഞാൻ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി. എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. മാതാവാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത്. അപ്പം അല്ലേ, ദൈവത്തെ മുറുകെ പിടിച്ചാൽ നമ്മുടെ കൂടെ എപ്പോഴും തുണയായിട്ട് കൂടെ ഉണ്ടാവും. ഈ ഒരു സാധനത്തിന് നല്ല ക്രീം കേക്കിന്റെ ടേസ്റ്റ് വരികയല്ലോ കേട്ടോ. ഇത് മേടിച്ച് കത്തിക്ക് മുറിക്കുമല്ല സത്യം പറഞ്ഞാൽ ചെയ്യണ്ടേ, കൈക്ക് തന്നെ പൊടിച്ചിട്ട് അങ്ങ് തിന്നണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പൊക്കി പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എനിക്ക് ഇന്ന് ഈ കേക്ക് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. മറ്റേ കേക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതെന്നാ അല്ല, ചിലർക്ക് ആ കേക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ മാളക്കുട്ടിക്ക് ആ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്കും അതെ കേട്ടോ. എത്ര പീസ് കിട്ടിയാലും മുറിച്ച് മുറിച്ച് തിന്നും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അതിഭയങ്കര മധുരമല്ലേ, എനിക്ക് അതുകൊണ്ട് ഇഷ്ടമല്ല. എനിക്കിതാ ഇഷ്ടം. അപ്പൊ നമ്മൾ രണ്ടുപേരുടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മുറിച്ചോ. ഈ സമയത്ത് ഞാൻ എന്റെ പെൺമക്കളെ 2 പേരെ ഓർത്ത് കേട്ടോ. അവരുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ അങ്ങ് അടിപൊളിയാക്കായിരുന്നു. നല്ല കേക്കല്ലേ? ഇനി ഞാൻ തരാം. ബാക്കി മോനുള്ളൂ. ഇപ്പൊ നമ്മുടെ കുഞ്ഞ് കേക്ക് കട്ടിങ് കഴിഞ്ഞു. അമ്മയുടെ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നു. അമ്മയുടെ ബർത്ത്ഡേക്കാ നമ്മള് സിന്ധുപ്പിച്ചീടും കൊച്ചനോടൊക്കെ പറഞ്ഞു
അല്ല, ചിപ്പിയുടെ ബർത്ത്ഡേക്ക് പോയപ്പോൾ പറഞ്ഞു അമ്മയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അതെ. അപ്പൊ നമുക്ക് എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കാന്ന് പറഞ്ഞു. ആരെയും വിളിക്കാനും പറ്റില്ല, ചെറിയ തോതിൽ ഒരു കേക്ക് മേടിച്ച് മുറിച്ച് നമ്മൾ ആഘോഷിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ നടത്താന്ന് പറഞ്ഞു. വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് ആരെയും വിളിച്ചില്ല. അതുപോലെ വിഷു ആണെങ്കിലും നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നും വെക്കുന്നില്ല. അനിയന്റെ മരണം കഴിഞ്ഞിട്ട് 4-5 മാസം ഉണ്ടായിരുന്നു. 5 മാസമായോ? കഴിഞ്ഞു. ഈ വട്ടം അതുകൊണ്ട് നമുക്ക് വിഷുക്കണി വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ രാവിലെ അമ്പലത്തിൽ പോന്നു വരുന്നു, അതേ ഉള്ളൂ. വിഷു കണി വെക്കുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് SNDPയുടെ വിഷുക്കണി വെക്കുന്ന വരുമായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം വരുമായിരിക്കും. ആദ്യം വരുവാ അല്ലെ? കഴിഞ്ഞ വർഷം അതിന് മുമ്പ് പക്ഷെ നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ, ചങ്ങനാശ്ശേരി പോയേക്കുമായിരുന്നു. അതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവിടെ ഇല്ല, അപ്പൊ പാലക്കാടാ. വിഷുവിനൊക്കെ ഞാനിവിടെ വരുന്നില്ല എല്ലാ വർഷവും വിഷുവിന് നമ്മുടെ പഴയ വീട്ടിൽ വന്നിട്ടുണ്ട്. വാ എടുത്തോണ്ടേ. അപ്പം 2 പേർക്കും എന്റെ വക വിഷുവിന്റെ അല്ല, വെഡിങ് ആനിവേഴ്സറിന്റെ ഗിഫ്റ്റ് കേട്ടോ. വിഷു നമുക്ക് ദോഷമില്ലല്ലോ. അപ്പം വിഷുവിന് അന്ന് വേണമെങ്കിൽ ഇടാം. ഡ്രസ്സാണ്. പപ്പായ്ക്ക് നമ്മൾ കുടുക്ക് പൊട്ടിച്ചിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയായിരുന്നു, കിട്ടിയില്ല. അത് ഉടനെ വരുന്നുണ്ട് കേട്ടോ. അത് വലിയ ഗിഫ്റ്റാണ്. അത് ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ചേച്ചിക്കും മാളക്കുട്ടിക്കും അമ്മയ്ക്കും പപ്പായ്ക്കും കൂടെ അതിലും അടിപൊളി ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട്. ഓണത്തിനാണ്. അതൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അതൊക്കെ എന്നതാടാ ഒന്ന് പറ, മനസ്സിനൊരു കുളിർമ തോന്നട്ടെ. ഒന്നും പറയാം. അപ്പൊ ഇത് അമ്മയുടെ ഗിഫ്റ്റ് ആണ്. ആദ്യം പപ്പയുടെ ഗിഫ്റ്റ് കൊടുത്തേ. ഇത് എന്റെ വക വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ്. നോക്കിക്കാണ്. കഴിഞ്ഞ സമ്മേനെ അമ്മയുടെ ഉണ്ട്. കഴിഞ്ഞ സമ്മേനെ കൂട്ടി എന്തോ വീഡിയോ എടുത്തിട്ടേ അവസാനം ഞാൻ ഫോൺ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയ വീഡിയോ ഇല്ല. സ്വിച്ച് ഞാൻ മറന്നുപോയി. അല്ലല്ല. അപ്പൊ അതൊന്ന് വെച്ച് നോക്കിയോ, പപ്പായ്ക്ക് ചേരും നോക്കാം. പുതിയ ട്രെൻഡ് അത്. ആ പാന്റിന്റെ ടൈപ്പിന് പറയുന്ന പേര് ബാഗീന്നാ. നമുക്ക് നോക്കാം. ഓട്ടോയുടെ കമ്പനി ഷർട്ടാണ്. നല്ല വിലയുള്ള നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്. നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്, നല്ല മെറ്റീരിയലാ. അപ്പൊ ഇതാണ് ശ്രീകോട്ടൻ എനിക്ക് ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൽ തന്ന സമ്മാനം. എന്നാലും ഇത് വിഷുവിനല്ല. നാളെ നമ്മൾ ഇതിട്ടിട്ട് അമ്പലത്തിൽ പോവാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല നമുക്ക് മാറിയെടുക്കാം. ആ കളർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ പോയപ്പോൾ കണ്ടു ഈ കളറുള്ള ഒരു ചേട്ടന് ജീൻസിന്റെ പാന്റ് ഈ ഷർട്ടും കൊണ്ട് നല്ല ഭംഗി തോന്നി. വലിപ്പമൊക്കെ നോക്കിയിട്ട് വലിപ്പ വ്യത്യാസം വല്ലതുകൊണ്ട് നമുക്ക് മാറിയെടുക്കാം. അതല്ല എങ്കിൽ ഡ്രസ്സ് എനിക്ക് കളറൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മയുടെ ഗിഫ്റ്റ്. അപ്പൊ ആ പാന്റ് വെച്ച് നോക്കിയപ്പാ എനിക്ക് സൈസ് ഇല്ല. ആ പാന്റ് എങ്ങനെയുണ്ടോ നമുക്ക്? ഇത് ഞാനിങ്ങനെയുള്ള ഞാൻ മേടിച്ചേട്ടോ എനിക്ക് വേണ്ടി. പക്ഷെ നിനക്ക് ഇത് ഭയങ്കര വലിപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല അപ്പ നോക്കാം, ഇട്ട് നോക്കിയിട്ട് ഞാൻ മാറി എടുക്കാന്നാ പറഞ്ഞേ. വലുതാണേലേ മാറി എടുക്കാന്നുള്ള രീതിക്ക് മേടിച്ച്. അമ്മയുടെ ഗിഫ്റ്റ് എന്നാ? അയ്യോ, ആ വലതേ കൈ കൊണ്ട് കൊടുക്കാം. എന്റെ ഒരു കൈ ഫോൺ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാളക്കുട്ടിയൊക്കെ അങ്ങ് പോയേക്കുന്നോണ്ട് നമുക്ക് ഇതൊന്നും എടുത്തു തരാൻ ആളില്ല. ഇത് ലൈനിങ് തുണിയാ കേട്ടോ. ചുരിദാറിന്റെ മെറ്റീരിയൽ എന്തായാലും ഈ കളറും അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരാള് സിന്ധു കുഞ്ഞുമേ എടുക്കാൻ പോയി പരാതി പറഞ്ഞു. നമ്മള് ഒരു എന്തിനാ ഈ ചേച്ചിക്ക് മാളക്കുട്ടിയെ വിടാൻ നേരത്താണ് നമുക്കൊരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 ദിവസമായുള്ളൂ എടുത്തിട്ട്. അപ്പം സിന്ധു കുഞ്ഞുമേ എടുക്കാൻ ചെന്നപ്പം സിന്ധു കുഞ്ഞുമേ പറഞ്ഞു എനിക്ക് ചുരിദാറിന് എണ്ണം കുറവാ, ഇവൻ എനിക്ക് ചുരിദാറൊന്നും മേടിച്ചു തരില്ല. അപ്പൊ സാരിയാ കൂടുതലുള്ള. കുഞ്ഞു പറഞ്ഞു എടാ ശ്രീകുട്ടാ, ഞങ്ങളൊക്കെ മാസത്തിൽ 2 ചുരിദാറൊക്കെ എടുക്കും, എനിക്കൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ ഇഷ്ടാനുസരണം എടുത്തിടും. നീ ഈ വർഷത്തിൽ 1-2 ഒക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ? അതിന്റെ ഫോട്ടോ കാണിച്ചു തരാവേ. ഇതാണ് അതിന്റെ ഡിസൈനും ഷാളൊക്കെ. മോഡേൺ നേരത്ത് പപ്പാടെ ഷർട്ട് എടുത്ത് തകടിയ നേരത്ത് 2 കട നേരത്ത്.
ഇതെന്റെ ടോപ്പിന്റെ തുണി, ഇത് പാന്റ്, ഇത് ഷോള്. എനിക്ക് എപ്പോഴും ചുരിദാറിന്റെ തുണി വലിയ ഷാളുള്ളത് എനിക്കിഷ്ടം. അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. മുഴുത്ത ഷാള് വരുമ്പോ റേറ്റ് കൂടും. എനിക്ക് ചെറിയ ഷാളുള്ളത് ഇഷ്ടമല്ല. അപ്പൊ സിന്ധു കുഞ്ഞുമോളാണ് ചേച്ചിക്ക് ഞാൻ പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്നെ വഴക്ക് പറഞ്ഞേക്കില്ലേ? വഴക്ക് പറഞ്ഞോണ്ടാണ്. അല്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രമാണിച്ച് ശ്രീകോട്ടം മേടിച്ചു തന്നാട്ടോ എനിക്കും പപ്പായ്ക്കും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, നല്ലതാ. ഇനി ഒരു 10-20 ദിവസത്തിന് പറഞ്ഞേക്കില്ല കേട്ടോ. 20 ദിവസത്തിന് അത് കഴിഞ്ഞ് മേടിച്ചേ. പക്ഷെ എന്നാ അറിയോ, അമ്മ ഉപയോഗിക്കുന്നില്ല, അതാണ് കൂടുതൽ മാറി മാറി ചേഞ്ച് ചെയ്ത് അത് ഉപയോഗിക്കുന്നതിനാണ് കാര്യം. അമ്മ ഇടുന്നത് ഇപ്പൊ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ അതൊരു 3-4 ദിവസം ഇടും. അങ്ങനെ ഇടും. അതാണ് കാരണം അത് മുഷിഞ്ഞ് പിന്നെ അത് കഴുകി വെച്ചിട്ട് അടുത്ത് എടുക്കുള്ളൂ. അത് അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ ഇടല്ലേ, നമ്മളെപ്പോഴും വെറൈറ്റി ആയിട്ട് ഓരോ ഡ്രസ്സ് മാറി മാറിയാണ്. ഇപ്പൊ തന്നെ എനിക്ക് പൊന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ച ഒരുപാട് ഡ്രസ്സ് പാന്റ് ഒക്കെ അവിടെ നിന്ന് നമ്മൾ നേറ്റി വീട്ടിലിരുന്ന പാന്റ്, അങ്ങനെയുള്ള ഒരുപാട് ഡ്രസ്സ് നമ്മുടെ അലമാരിക്കകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പിന്നെ വീട് പണിത് കഴിയുമ്പോൾ നമ്മൾ ചെറിയ അലമാരി ആയിരിക്കും. അപ്പൊ നമ്മൾ അപ്പുറത്തെ മുറി പണിത് കഴിയുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഓരോരുത്തരുടെയും ഇടാനുള്ള ഒരു റൂമിനകത്ത് എല്ലാവരുടെയും ഡ്രസ്സ് ഇടാനുള്ള ഓരോ സംവിധാനം ഓരോരുത്തർക്കും അത് തേച്ച് മുടക്കി വെക്കുക, അത് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ക്രമം അനുസരിച്ച് അത് എടുക്കാൻ പറ്റും. അപ്പം ഈ ചെറിയ അലമാരിക്കകത്ത് എന്റെയും മോളമ്മയുടെയും ഡ്രസ്സ് ഇരിക്കുന്നത് എവിടേക്കാണെന്നില്ല. തന്നല്ല ഞാനിപ്പം ഒരു പാന്റോ അല്ലെങ്കിൽ എന്റെ പുതിയ പൊന്നു മേടിച്ചിരുന്ന ടീഷർട്ടോ എടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഇതെല്ലാം അനുകൂലമാണ്. മടക്കി വെച്ചാലും അതുകൊണ്ട് എടുക്കുന്ന ഒരു 4-5 എണ്ണം സ്ഥിരം ഉപയോഗിച്ച് നമ്മളിവിടെ ചെറിയ അയലോ സ്റ്റാൻഡിലോ ഇടും. അത് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഡ്രസ്സ് ഇല്ലാന്നില്ല, ഇഷ്ടംപോലെ ഡ്രസ്സ് ഇരിപ്പുണ്ട്. അപ്പൊ അതെല്ലാം മാറി മാറി നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് ഇടുന്നതായിരിക്കും. അപ്പൊ രണ്ടുപേരും ഹാപ്പി ആയോ? ഞാൻ ഇതിലും നിങ്ങൾ വില കൂടിയ ഒരു സാധനം മേടിക്കാനാണ് ഇരുന്നത്. പക്ഷെ വീട് പണിയൊക്കെ നടക്കുന്ന എന്റെ ഈ ഫണ്ടിന് ഷോർട്ടേജ് ആണ്. ഇല്ല, ഞാൻ ഒരു 50,000 രൂപയുടെ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തത്. എല്ലാം ചുമ്മാ പറയുന്നത് കേട്ടോ, ഇവരെ എന്തെങ്കിലും പറഞ്ഞ് സന്തോഷിപ്പിക്കണ്ടേ. രാവിലെ തന്നെ നാണയം കൈനീട്ടം കൊടുക്കാതെ എന്തെങ്കിലും വലിപ്പമുള്ള നോട്ട് തന്നെ കൈനീട്ടം തരിക, അതിലൂടെ നമുക്ക് പറയാം. നാണയം ഒക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നാണയം വെച്ചോ അതിന് കുഴപ്പമില്ല. നോട്ടിനകത്ത് നാണയം വെച്ച് വലിപ്പമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വില കൂടിയ നോട്ടത്തെയാണ്. വലിപ്പം ഉദ്ദേശിച്ചത് ഞാൻ ഇപ്പൊ 500 നോട്ട് ചെറുതാ, അതിലും വലുതാണ് 100-ന്റെ 50-ന്റെ. അന്നേരം വീതി കൂടുതൽ 50-ന്റെ നോട്ടാ. അന്നേരം 50-ന്റെ നോട്ട് കൊടുത്താൽ മതി. മൂല്യം കൂടുതലുള്ള നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ദർഹം ഇരിപ്പുണ്ട്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഈ വില കൂടിയ ഗിഫ്റ്റ് നമുക്ക് ഒത്തിരി കാലം കൂടിയാണ് ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ ദുബായിക്ക് പോയപ്പോൾ ഒരു മോൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നായിരുന്നു. എന്നോട് പറഞ്ഞു, പപ്പ ആരോടും പറയുമൊന്നും വേണ്ട, പൊന്നു തരുന്നതായിട്ട് എൻ്റെ അച്ഛന് ഞാൻ കൊടുക്കുന്നതായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് വില കൂടിയ ഒരു ഗിഫ്റ്റ്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നായിരുന്നു. പുള്ളിക്കാരത്തെ കണ്ടിട്ട് ഇപ്പോൾ ഒത്തിരി കാലമായി, നേരിട്ട് കാണണമെന്നൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം അതൊക്കെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. എനിക്കത് കൊണ്ടുതരുവേ നമ്മുടെ ഫ്ലാറ്റിന്റെ അടിയിലേ നമ്മളെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ എനിക്ക് എന്നെ കാണാൻ വേണ്ടി അത് പകലെ മോനോട് അനുമതി ചോദിച്ച് ഫോൺ വിളിച്ച് അത് മെനക്കെട്ട് 3 മണിക്കൂറെല്ലാം ട്രാഫിക് ബ്ലോക്ക് പോയി. ബ്ലോക്കിൽ പെട്ട ഒരുപാട് സാധനങ്ങൾ, ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചു വന്നു. അവിടെ കിട്ടുന്ന എല്ലാം ചെറിയ നമ്മൾ കണ്ടിട്ടില്ലാത്ത പഴങ്ങൾ മുതല് നമ്മുടെ ഇവിടെ കേരളത്തിൽ കിട്ടത്തില്ലാത്ത പല പഴങ്ങളും ഞാൻ അന്നാണ് കണ്ടത്. അതുപോലെ തന്നെ കുറെ ഐറ്റങ്ങൾ, പഴങ്ങൾ ഉണങ്ങിയതുണ്ടായിരുന്നു, ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പൊ അങ്ങനെ അതൊക്കെ ഞാൻ അന്ന് ആദ്യമാണ്. അപ്പൊ അതെല്ലാം കൊണ്ട് തന്നു, എനിക്കൊരു ഗിഫ്റ്റും തന്നു. അത് ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. എന്റെ അച്ഛന് കൊടുക്കുന്നതായിട്ട് ഞാൻ സങ്കല്പിച്ച് തരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ മോളെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പേര് പറയുന്നില്ല. അപ്പം ഒരു ഹാപ്പി വീഡിയോ ആയിരുന്നു. എന്റെ പാന്റ് ഞാൻ ഒരു ദിവസം വീഡിയോയിൽ ഇട്ട് കാണിക്കാം കേട്ടോ. എനിക്കങ്ങനെ പോക്കറ്റുള്ളതൊന്നും ഇഷ്ടമാണ്. അത് ട്രെൻഡ് ആണല്ലേ, അപ്പൊ ഓരോ ട്രെൻഡിന് അനുസരിച്ച് അപ്പൊ ഞാൻ ഇട്ടിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൻ. അപ്പൊ ടാറ്റ.